ഹായ് ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ പോത്തുക്കുട്ടമ്മേൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവര് നമ്മൾ താഴത്തെ കളത്തിലാട്ടോ വിട്ടത്. നമ്മൾ മെയിനായിട്ട് എപ്പോഴും കാണില്ല മേലത്തെ കളം, ഇന്നിപ്പോൾ താഴത്തെ കളത്തിലാണ് വിട്ടത്. സൺ എക്സ്പോഷർ ഉണ്ടോ, കൂടും കുറയുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ പോത്തിൻ്റെ അടുത്ത് വേണം മെക്കൂസിന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. മെക്കൂസും അപ്പും ഇവിടെ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോത്തപ്പന്മാർ നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ പോത്ത് ഇതാ ഈ കളത്തിൻ്റെ സൈഡാണ് മെയിൻ. അവിടെ ഇത്തിരി പുല്ലുണ്ട് മേയാൻ. മിക്കു ഇതിൽ ചെമ്പൻ പറഞ്ഞില്ലേ? ആ ട്രാക്ടർ കണ്ടു. വേണ്ട, ഈ ചെമ്പൻ പോത്തിന് രാവിലെ എന്തോ കടന്നലെന്തോ കുത്തിയിട്ട് കണ്ണൊക്കെ ഫുൾ വീങ്ങി പണി കിട്ടിയതായിരുന്നു. ഇപ്പോൾ അതാ ഓക്കെ ആയി. നമ്മൾ ഡോക്ടറെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ആയിരിക്കും പറഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ശരിയായി ഓട്ടോമാറ്റിക്കലി. ഇവർക്ക് കണ്ട ഒന്നും ഈ കുത്തുകൂടൽ തന്നെ കണ്ട. ഇവർ നമ്മുടെ പുറകിലിതാ മെയിനുണ്ട് മേട്ട്. അപ്പോൾ ഡെയിലി നമ്മൾ ഒരു സൈഡ് തന്നെ, രണ്ട് സൈഡുണ്ട് നമുക്ക്. അവിടെ തന്നെയാണ് നമ്മൾ മാറ്റി മാറ്റി മേയാൻ വിടുന്നത്. കാരണം വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. കാരണം പാടത്തൊക്കെ ഫുൾ കൊയ്ത്താണ്. അല്ല, പാടത്തൊക്കെ ഫുൾ പഞ്ചയും പിന്നെ പാടം പൂട്ടലൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് വിടുന്നത് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും വിടില്ല. ഇതാ ഇവിടെ തന്നെ കുറച്ചുകൂടെ ഇങ്ങനെ മേയും. വേണ്ട, ഒരു മെയിനുണ്ട് ഗൈസ്. അപ്പോൾ അവർ മേയട്ടെ. നമുക്കപ്പോൾ അവർ മെയിനത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വേണ്ട, അതാ പോത്തന്മാർ ഇതാ ഒരാൾ ഇതാ രണ്ടാളും. ഇന്ന് ഇതിൻ്റെ സൈഡൊക്കെയാണ് ഫുൾ മേല്. അവർ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇതാ മേഞ്ഞ് ഇതാ താഴത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവർ താഴത്ത് മേയുന്നുണ്ട് ഗൈസ്. അല്ല, മൂന്നാളും മേയുന്നുണ്ട്. നമ്മൾ പോത്തും നമ്മളും വെച്ചൊരു ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഷോർട്സിലായിട്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കാം, പോത്തും നമ്മളുമായിട്ടുള്ള ചാലഞ്ച് വീഡിയോസൊക്കെ. ഇവർ മെയ്യുന്നതിൻ്റെ ശബ്ദം കണ്ട, അവർ ആ പുല്ല് കറമ്പണതിൻ്റെ. അപ്പോൾ ആരുടെ വീട്ടിലൊക്കെ പോത്തുണ്ട്, എത്ര പേർക്ക് പോത്ത് വളർത്താൻ ഇഷ്ടമാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടാ. നമുക്ക് നന്നായിട്ട് പോത്തുകളെ വളർത്താനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോത്തുകളെ വളർത്തുന്നത് ശരിക്കും നമുക്ക് നല്ലൊരു ബിസിനസ് മാർഗ്ഗവും അതുപോലെ നല്ലൊരു വരുമാന മാർഗ്ഗവുമാണ്. നമ്മളിതിനെ വാങ്ങിച്ചതിന് വളർത്തേണ്ട രീതികളുണ്ട്. ആ രീതിയിൽ നമുക്ക് ഇവരെ വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നമുക്ക് ലാഭവും ഗുണവും കിട്ടും. അതുപോലെ നമ്മൾ ഇവരെ വളർത്തുമ്പോൾ ഇവരുടെ അടുത്തൊരു സ്നേഹം കൂടെ വേണം. അല്ലാണ്ട് ഒരു ബിസിനസ് മാർഗ്ഗം മാത്രമായിട്ട് വളർത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പോത്തുകൾ ഇതാ മെയ്യുന്നുണ്ട്. പശു വാങ്ങിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ പശു വാങ്ങിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ നോക്കൽ അത്രയും ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പോത്ത് നമുക്ക് അതിനെക്കാട്ടി സിമ്പിളുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനിയും 2 പോത്തുകളെ കൂടെ വാങ്ങിക്കാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇവരിൻ്റെ കൂടെ നമുക്ക് വേറെ 2 കൂടെ വാങ്ങിക്കണം എന്നുണ്ട്. ഇവർക്ക് വിരയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ടില്ല, ഇനി വിരയ്ക്കുള്ളത് കൊടുക്കണം. ഇന്നലെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഇവരാരും കഴിച്ചതേ ഇല്ല. അപ്പോൾ ഗൈസ് ഉണ്ട്, അവരൊക്കെ നന്നായി മേയുന്നുണ്ട്. പോത്ത് വളർത്താനും പോത്ത് ഫാം തുടങ്ങാനൊക്കെ ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യം ഉണ്ടെന്ന് പറയണം കേട്ടോ. പിന്നെ എൻ്റെ വാപ്പയ്ക്ക് പോത്ത് കച്ചവടമാണ്. അപ്പോൾ വാപ്പാൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് കുഴൽമന്നം ചന്തയിൽ നിന്നാണ് ഈ 3 പോത്തുകളെയും വാങ്ങിച്ചു തന്നത്. അപ്പോൾ പോത്തുകളെ നമുക്ക് കുഴൽമന്നം ചന്തയിൽ നിന്ന്, ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് കുഴൽമന്നം ചന്തയാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എളുപ്പം പോയി വാങ്ങിച്ചിട്ട് വരാം. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഒത്തു കിട്ടണം. റേറ്റും കാര്യങ്ങളും ഒത്തു കിട്ടിയപ്പോൾ വാപ്പ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ പോയി ഞങ്ങൾ എടുത്ത 3 പോത്തുകളാണ്. ഇവരിപ്പോൾ കൊണ്ടുവന്നിട്ട് 4 മാസം ആവുന്നുണ്ട്. അപ്പോൾ കൊണ്ടുവരുമ്പോഴുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളത് വരും വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇതാ നല്ല മഴ വന്നു. ഇതാ നമ്മുടെ പോത്തപ്പന്മാർ മേയുന്നുണ്ട്. നമ്മളിതവിടെ കളത്തിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ്. നല്ല മഴയാണ്. അപ്പോൾ നമ്മളിതാ കളത്തിൻ്റെ അവിടെ കയറി നിൽക്കുന്നുണ്ട്. അവരിതാ മേയുന്നുണ്ട് താഴെ. അവർ പിന്നെ മഴയത്തൊക്കെ മെയിൻ കഴിച്ച് നമ്മളിതാ മഴ കൊള്ളാണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ മഴയൊന്നും കൊള്ളില്ല. ഈ കളമുള്ളത് അതാണ് നമുക്ക് ഉപകാരം കഴിച്ച്. അതാണ് നമ്മുടെ പോത്തുക്കുട്ടന്മാർ. അങ്ങനെ ഓടി കഴിഞ്ഞു. അവിടെ കഞ്ചിയും പാട് വേണം. അവിടെ നാട്ടിക്കൊണ്ട് വന്നതാണ്. അവിടെ ഫുൾ താഴെ മൊത്തം പാടങ്ങൾ, നദിയിൽ ഫാക്ടറി ഫുള്ളും പാടങ്ങളാണ്, നദിയിലാണ്. ഇനി താഴത്തേക്ക് ഇനി ശ്രദ്ധിക്കണം നല്ലോണം. ഇനി ആ സൈഡ് നമുക്ക് വിടാനേ പറ്റില്ല. കാരണം നമുക്ക് പോത്തുന്മാർ മെയിനുണ്ട്. 3 നാൾ വരികയായി മെയിനുണ്ടോ. ഇത് ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നത്. പിന്നെ പ്രത്യേക ഒരു കാര്യം എന്താ പറഞ്ഞാൽ
പോത്ത് വളർത്തുമ്പോൾ മൂക്കയർ നിർബന്ധമായിട്ട് വിടുക. കാരണം നമുക്കിതിന് പാവം തോന്നിയിട്ട് ചിലപ്പോൾ നമ്മൾ മൂക്കയർ ഇടില്ല. പക്ഷേ മൂക്കയർ ഇടാനിരുന്ന ഇവർ ഓടിയാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. പോത്തുകൾ ഒരുവിധം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പിടിച്ചു കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ നമ്മളെ വലിച്ചിട്ട് ഓടും. പോത്ത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ നമ്മളുടെ ഓരോ എക്സ്പീരിയൻസ് അറിയാലോ, അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പോത്ത് വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോത്ത് നോക്കലും എങ്ങനെയാണെന്നൊക്കെ അറിയാം. കണ്ടവൻ ആ ഫ്രണ്ടിൽ നിന്ന് മെയിൻ തിരിഞ്ഞു വന്നു. ഇനി ഇവർ അങ്ങോട്ട് പോയാൽ ഇവർ പുറകിൽ പോകും. മുളൻ്റെ ഇലയാണ്. ഇതിൻ്റെ കുഞ്ഞിൻ്റെ ഇല ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ തൊടിയിൽ നിറയെ അങ്ങനത്തെ ഇലകളുണ്ട്. അപ്പോൾ അത് തിന്നാൻ വേണ്ടി നമ്മളിങ്ങനെ ആക്കി വിട്ടതാണ്. അപ്പോൾ അവർ ചെറിയ ഇലയൊക്കെ തിന്നും, മുള്ളുള്ള ഭാഗത്ത് എല്ലാത്ത ഇലകളൊക്കെ ഇവർ കടിച്ച് തിന്നും. തൊടിയിൽ മെയ്യുന്നതാണ്. പിന്നെ ഇവർക്ക് പ്രത്യേക സ്വഭാവം എന്താണെന്ന് പറയുക, ഇവർക്ക് ചൊറിച്ചിൽ വന്നാൽ നമ്മളുടെ മേലെയാണെങ്കിലും കൊണ്ട് ചൊറിയും, കൊമ്പിട്ട് കുത്തും, മരത്തിലാണെങ്കിലും കൊമ്പിട്ട് അരുതും. ഇവർക്ക് ചൊറിച്ചിൽ ഭയങ്കര കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ ശരീരത്തിൽ നിറയെ ഈച്ചകൾ, കൊതുകുകളൊക്കെ ഇരിക്കും. അത് നമുക്ക് വേപ്പെണ്ണയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചകൾ വരുന്നതും കൊതുകുകൾ വരുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. വൈകിട്ട് മിക്കവാറും നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവർ നിർത്താറ്. അപ്പോൾ ഇതിൻ്റെ തൊലിയാണെങ്കിലും നല്ല ഷൈനിങ് ആവും, നല്ല ബ്ലാക്ക് കളറായിട്ട് വരാനൊക്കെ സഹായിക്കും. പിന്നെ മണ്ണിൽ നമ്മൾ കെട്ടിയിടും. കാര്യം മണ്ണിൽ കെട്ടിയിട്ട് കിടന്ന് ആ മണ്ണിലും ചളിയിലും കിടക്കുമ്പോഴാണ് ഇതിൻ്റെ നാച്ചുറൽ കളർ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചെമ്പൻ കളർ പോലെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ മിക്കവാറും ചളിയിലും വെള്ളത്തിലും കിടക്കാൻ അനുവദിക്കണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മഴയൊക്കെ മാറിയിട്ടുണ്ട്. അടുത്ത മഴ വരുമ്പോഴേക്കും നമുക്ക് ഇവരെ ആട്ടിക്കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുത്തവരെ നമുക്ക് കെട്ടിയിടാം.